സയൻസസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാഷ്, അതായത് പ്രകൃതി ശാസ്ത്രത്തില് സ്ഥിതിവിവര കണക്കുകൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാഷ് ആണ്. അപ്പോൾ ഈ നാച്ചുറൽ സയൻസസ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോള്, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രകൃതി ശാസ്ത്രത്തില് സ്ഥിതിവിവര കണക്കുകൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എ സാമ്പിൾ മീൻസ് ഡാഷ്. സ്റ്റാറ്റിസ്റ്റിക്സില് സാമ്പിൾ എന്നാല് ഡാഷ് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്താണ് അർത്ഥമാക്കുന്നത്? എ പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. എ പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എ സാമ്പിൾ മീൻസ് എ പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ന്യൂമറിക്കൽ വാല്യൂ കാൽക്കുലേറ്റർ ഫ്രം സാമ്പിൾ ഈസ് കാൾഡ് ഡാഷ്. അതായത് സാമ്പിളിൽ നിന്ന് കണക്കാക്കിയ ഒരു സംഖ്യാമൂല്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കുന്നു, അല്ലെ? എ ന്യൂമറിക്കൽ വാല്യൂ കാൽക്കുലേറ്റഡ് ഫ്രം സാമ്പിൾ ഈസ് കാൾഡ് സ്റ്റാറ്റിസ്റ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ. സെൻസസ് റിപ്പോർട്ട്സ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഡേറ്റ ഈസ് ഡാഷ്. അതായത് ഡേറ്റയുടെ ഉറവിടമായി ഉപയോഗിക്കുന്ന സെൻസസ് റിപ്പോർട്ടുകൾ ഡാഷ് ആണ്. എന്താണ്? സെക്കൻഡറി സോഴ്സ് ആണ്, അല്ലെ? സെക്കൻഡറി സോഴ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെൻസസ് റിപ്പോർട്ട്സ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഡേറ്റ ഈസ് സെക്കൻഡറി സോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഡാഷ് എക്സ്പ്രസ്ഡ്. അതായത് സ്ഥിതിവിവര കണക്കുകൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സുകള് ഡാഷ് പ്രകടിപ്പിക്കുന്നുണ്ടോ? എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ്ലി. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ്ഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക് മീൻസ് ഡാഷ്. അതായത് ബഹുവചന അർത്ഥത്തില് സ്ഥിതിവിവര കണക്ക് അർത്ഥമാക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ്? മെത്തേഡ്സ്, അല്ലെ? ഇൻ പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക് മീൻസ് മെത്തേഡ്സ്. ഇൻ ദ പ്ലൂറൽ സെൻസ് സ്റ്റാറ്റിസ്റ്റിക് മീൻസ് മെത്തേഡ്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The word statistics is defined as a dash. അതായത് ഈ സ്ഥിതിവിവര കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന വാക്ക് ഡാഷ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. എന്താണ് നിർവചിച്ചിരിക്കുന്നത്? സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ സെൻസ്. സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ സെൻസ്. എ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ സെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ backbone of dash. Statistics is the backbone of dash. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാല് ഡാഷിന്റെ നട്ടല്. എന്തിന്റെയാണ്? റിസർച്ച് ആണ്, അല്ലെ? സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ ബാക്ക്ബോൺ ഓഫ് റിസർച്ച്. സ്ഥിതിവിവര കണക്കുകളാണ് ഡാഷിന്റെ നട്ടല്. ഏതിന്റെ നട്ടല്? റിസർച്ചിന്റെ. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ ബാക്ക്ബോൺ ഓഫ് റിസർച്ച്. അടുത്ത ക്വസ്റ്റ്യൻ. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലാനിങ് ഈസ് ഡാഷ്. അതായത് ആസൂത്രണത്തില് സ്ഥിതിവിവര കണക്കുകളുടെ ഉപയോഗം ഡാഷ് ആണ്. എന്താണ്? അൺഅവോയ്ഡബിൾ. അൺഅവോയ്ഡബിൾ. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലാനിങ് ഈസ് അൺഅവോയ്ഡബിൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ടെസ്റ്റ് ദ ലോ ഓഫ് ഡാഷ്. അതായത് ഈ സ്ഥിതിവിവര കണക്കുകള് ഡാഷ് നിയമത്തെ പരിശോധിക്കുന്നു. എന്ത് നിയമത്തെയാണ് പരിശോധിക്കുന്നത്? other sciences. Statistics tests the law of other sciences. Option A ആണ് correct answer. Statistics has handicap dealing with dash. അതായത് സ്ഥിതിവിവര കണക്കുകൾക്ക് ഡാഷ് വൈകല്യമുണ്ടോ? എന്ത് വൈകല്യമുണ്ടോ? ക്വാളിറ്റേറ്റീവ് ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ഹാൻഡിക്യാപ് ഡീലിംഗ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ഈ
ജൂനിയർ സിസ്റ്റം ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ജൂനിയർ സിസ്റ്റം ഓഫീസറുടെ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ പരമാവധി എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളുടെ ലിങ്കുകളൊക്കെ തന്നെ അയച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേജർ ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടുഡേ ഈസ് കൺസേൺഡ് വിത്ത് ഡ്രോയിങ് ഓഫ് കൺക്ലൂഷൻസ് ഫ്രം ഡാഷ്. അതായത് ഇന്നത്തെ സ്ഥിതിവിവര കണക്കുകളുടെ പ്രധാന മേഖല ഡാഷ് എന്നതിൽ നിന്ന് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിലാണ്. ഏതിൽ നിന്നാണ്? സാമ്പിൾസ്. മേജർ ഏരിയ ഓഫ് statistics today is concerned with drawing of conclusions from samples. Option A ആണ് correct answer. അടുത്ത question. The number of road accidents is the example of dash. അതായത് ഈ റോഡ് അപകടങ്ങളുടെ എണ്ണം ഡാഷ് എന്നതിന്റെ ഉദാഹരണമാണ്. എന്തിനാണ്? ഡിസ്ക്രീറ്റ് വേരിയബിൾ. The number of road accidents is the example of a discrete variable. Option C ആണ് correct answer. അടുത്ത question. In statistics, a population consists of dash. അതായത് ഈ സ്ഥിതിവിവര കണക്കുകളിൽ ഒരു പോപ്പുലേഷൻ അടങ്ങിയിരിക്കുന്നത് ഡാഷ് ആണ്. ഏതാണ്? All subjects or objects whose characteristics are being studied. In statistics, a population consists of all subjects or objects whose characteristics are being studied. Option C ആണ് correct answer. അടുത്ത question. The sum of squares of deviation in least if measure from dash. അതായത് ഈ ഡാഷ് എന്നതിൽ നിന്ന് അളക്കുകയാണെങ്കിൽ വ്യതിയാനത്തിന്റെ വർഗങ്ങളുടെ ആകെത്തുക ഏറ്റവും കുറവാണോ? ഏതിൽ നിന്നാണ്? മീൻ അല്ലേ? The sum of squares of deviation is least if measure from mean. Option A ആണ് correct answer. അടുത്ത question. Variance is always calculated from dash. അതായത് ഈ വ്യത്യാസം എപ്പോഴും ഡാഷ് എന്നതിൽ നിന്നാണ് കണക്കാക്കുന്നത്. വ്യത്യാസം എന്നത് എപ്പോഴും ഡാഷ് എന്നതിൽ നിന്നാണ് കണക്കാക്കുന്നത്. ഏതിൽ നിന്നാണ്? മീൻ ആണ് അല്ലെ? വേരിയൻസ് ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഫ്രം മീൻ. അടുത്ത ക്വസ്റ്റ്യൻ. The sum of values divided by their number is called dash. അതായത് മൂല്യങ്ങളുടെ ആകെത്തുക അവയുടെ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഡാഷ്. ഏതാണ്? മീൻ ആണ് അല്ലെ? The sum of values divided by their number is called mean. Option C ആണ് correct answer. അടുത്ത question. Arithmetic mean is dash affected by extreme values. അതായത് ഗണിത ശരാശരി ഡാഷ് അങ്ങേയറ്റത്തെ മൂല്യങ്ങളാൽ ബാധിക്കപ്പെടുന്നുണ്ടോ? ഏതാണ്? highly affected by extreme values. Arithmetic mean is highly affected by extreme values. Option B ആണ് correct answer. The data collected by NADRA to issue national identity cards are dash. അതായത് ദേശീയ തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്നതിനായിട്ട് NADRA ശേഖരിച്ച ഡേറ്റ ഡാഷ് ആണ്. എന്താണ്? പ്രൈമറി ഡേറ്റ ആണ് അല്ലെ? The data collected by NADRA to issue national identity cards are primary data. അടുത്ത question. Village Patwari collecting the data about cotton crops is the example of dash. അതായത് പരുത്തി വിളകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഗ്രാമം പട്വാരി ഡാഷിന്റെ ഉദാഹരണമാണോ? എന്തിന്റെ ഉദാഹരണമാണോ? പ്രൈമറി ഡേറ്റയുടെ ഉദാഹരണമാണോ? വില്ലേജ് പട്വാരി collecting the data about cotton crops is the example of primary data. അപ്പോൾ ജൂനിയർ സിസ്റ്റം ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള
റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.